ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ടെയിൽസ് ഓഫ് സെലൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഗ്ര സീരീസിൻ്റെ പാർട്ട് 2 വേർഷനാണ്. ഇന്ന് നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോയ കാര്യങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിരാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് താജ്മഹലിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ഇതിന് നിയറായിട്ട് തന്നെയായിരുന്നു ഞാൻ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ട്രെയിൻ ട്രാവൽ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ സൈഡിൽ കുറച്ച് കുരങ്ങന്മാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ചെന്ന് ശല്യം ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവരെല്ലാം ഉപദ്രവിച്ചാലോ എന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് താജ്മഹലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 45 രൂപയായിരുന്നു ഓൺലൈൻ ടിക്കറ്റ്. ഡയറക്റ്റ് ആണെങ്കിൽ അത് 50 രൂപയായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ആ വെബ്സൈറ്റ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോകുന്നവരുണ്ടെങ്കിൽ പോവുക. അതിരാവിലെ തന്നെ പോകാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രൗഡഡ് സീസൺ ടൈമിലും പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് നല്ല രീതിയിൽ എടുക്കണം അങ്ങനെയൊക്കെ ഉള്ളവർ സീസൺ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. രാവിലെ ആണെങ്കിലും അതനുസരിച്ച് ആളുകൾ റെഡി ആയിട്ട് വരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ അതിരാവിലെ പോകാൻ നോക്കുക. പിന്നെ ഫ്രൈഡേയ്സ് താജ്മഹൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒരിക്കലും പോവാതിരിക്കുക. ഫ്രൈഡേ അതിൻ്റെ അകത്തേക്ക് കയറാൻ എൻട്രി ഇല്ല. അപ്പോൾ പോകുന്നതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം നേരിട്ട് കാണാൻ പോവാണ്. അപ്പോൾ ആ കാണുന്നുണ്ട് അതും ഒരു എൻട്രി ഗേറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് താജിലേക്കുള്ള മെയിൻ കവാടം. ഇതുവഴിയാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സമയം ഒരു 5:15 ആയിട്ടുണ്ട്. രാവിലെ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നുള്ളൂ റൂമിൽ നിന്ന്. അപ്പം നമ്മൾ നേരത്തെ വരാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരു അധികം ക്രൗഡ് ഇല്ലാണ്ട് കാണാൻ പറ്റും. കാണുന്നുണ്ട് താജ്മഹലിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് ഇടുന്ന നോക്കിയാൽ കാണാം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ഇവിടുത്തെ ബാക്കി ബിൽഡിംഗ് എല്ലാം റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. താജ്മഹലാണ് ഫുൾ മാർബിളിലാണ് അത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ ഈ വീഡിയോ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. സാധാരണ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ പൗരാണിക കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്നും ഞാൻ അധികം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്തോറും താജ്മഹലിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരുവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള നേരിട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണാം. പക്ഷെ കണ്ടു കഴിഞ്ഞ് ഇവിടെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാപ്ചേഴ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ വിസിറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഒരുപാട് ക്യാപ്ചേഴ്സ് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. പല ആംഗിളിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാമായിരുന്നു. കാരണം ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇവിടെ കുറേ നേരം ഇനി ഇരുന്ന് പോയി. അതാണ് സത്യാവസ്ഥ. പിന്നെ വ്ളോഗിൽ കുറേയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൽ പറയുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. കുറച്ച് അധികം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെയുള്ള ചപ്പൽസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഹീലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാലൊക്കെ നല്ലോണം വേദന എടുക്കും. പിന്നെ സീസൺ ടൈമും അല്ലാത്ത കാരണം ചൂട് സമയമാണ്. ജൂലൈയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ചൂടായിരുന്ന കാരണം നല്ല ചൂട്. 5:30 മണിക്കൊക്കെ വെറുതെ വേർത്തുരുകുമായിരുന്നു. അപ്പോൾ ചൂടൊരു ശോകമായിട്ട് തോന്നി നമ്മൾ ഇത് വിസിറ്റിന് പോയ സമയത്ത്. അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോസും ക്യാപ്ചേഴ്സും നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സീസൺ ടൈമിലോ അല്ലാതെയുള്ള ചൂട് കുറവുള്ള സമയത്ത് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അവിടെ ഗൈഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് 500-300 റേഞ്ചൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ ഗൈഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഭംഗി കണ്ട് ഇതിൻ്റെ ആ ഒരു ഫീലിൽ അതിൻ്റെ നാശം ഉണ്ടെന്ന് തോന്നിയില്ല. കാരണം അവരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗൈഡിന് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചൂടായത് കാരണം നിങ്ങൾ ആ ടൈമിലൊക്കെ എങ്ങാനും വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കരുതുക. കാരണം നല്ല ചൂടായിരുന്നു. പുറമേ ഇത്ര വെയിലൊന്നും കാണുന്നില്ല. കാരണം 5:30 ആയിട്ടുണ്ടാവുള്ളൂ. ഇത് സൂര്യൻ ഉദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ബാഗിൽ കരുതരുത്.
സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് വരും. കാരണം അതെല്ലാം എടുത്ത് പുറത്തെടുപ്പിക്കും അവർ. പിന്നെ സെൽഫി സ്റ്റിക്ക്, പിന്നെ ട്രൈപോഡ് കാര്യങ്ങളൊന്നും അവർ അതിൻ്റെ അകത്ത് അലോ ചെയ്യില്ല. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ താജ്മഹലിൻ്റെ ഉള്ളിൽ, പുറത്തുള്ള കാഴ്ചകളാണ്. ഉള്ളിൽ നമുക്ക് ക്യാമറ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ മുംതാസിനെയും ഷാജഹാനും അടക്കിയിട്ടുള്ള കബറാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് അവർ അതിൻ്റെ അകത്ത് ഗൈഡുണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരും എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പക്കത്തൊരു കവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അവർ. അത് ഇട്ടിട്ടേ കയറാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് എക്സ്ട്രാ ഫീ ആയിരിക്കും. ഞാൻ പറഞ്ഞ നേരത്തെ എമൗണ്ട് എന്ന് പറയണത് എൻട്രി ഫീ മാത്രമാണ് 50 രൂപ. അല്ലാതെ ഇന്ത്യൻസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത്, അതായത് ഈ കബർ കാണണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 200 റുപ്പീസും കൂടെ നമ്മൾ പേ ചെയ്യണം കേട്ടോ. അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡും അല്ല. ഇതേ ഈ കാണുന്നത് കണ്ടോ, ഞാൻ കൈ ചൂണ്ടി, അത് ആഗ്ര ഫോർട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഷാജഹാൻ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യോദയം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വന്നു താജ്മഹലിന്. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിൽ വേറൊരു ഫേസാണ് താജിനുള്ളത്. അപ്പോൾ ഈവനിങ് ടൈം വിസിറ്റിങ് എപ്പോഴെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഈവനിങ് ടൈമും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മോർണിംഗ് ടൈം വിസിറ്റ് ചെയ്യണമെങ്കിൽ ആ ഇതിൽ വരാം. ഈവനിങ്ങിന് ഇതിന് വേറൊരു ഫേസാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ ഇതിൻ്റെ 2 സൈഡായിട്ട് ലെഫ്റ്റ് സൈഡിൽ മസ്ജിദും റൈറ്റ് സൈഡിൽ ഗസ്റ്റ് ഹൗസും ആയിട്ട് 2 ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതിൻ്റെ അകത്തേക്ക് എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ നിറച്ച് ഒരുപാട് ഗാർഡുണ്ട്. അത് മാത്രം എനിക്ക് അവിടെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ട്, ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഡ്രസ്സ് നമ്മൾ കറങ്ങാനൊന്നും പാടില്ല. അപ്പോൾ കറങ്ങിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇവിടുന്ന് കൊച്ചെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ശോകം തോന്നി. കാരണം എന്തോരം വീഡിയോസാണ് താജിൽ നിന്ന് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് എടുക്കാം, വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ബാഡ് ഇമ്പ്രഷൻ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. പിന്നെ എനിക്ക് തോന്നണത് അങ്ങനെ ഒരു മരിച്ചിട്ട് അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്കത് തോന്നില്ല. അതിപ്പോഴും പോയിട്ട് വന്നിട്ട് നമുക്കത് തോന്നില്ല. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് ഇങ്ങനെ നമുക്കൊരു അത്ഭുതമായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അവർ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ വന്ന സമയം പോലെ അല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സംഭവം സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നല്ല ഇവിടുത്തെ ക്രൗഡ് എന്ന് പറയുന്നത്. നമ്മൾ വന്ന കാര്യം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഒരു പ്ലെയിനായിട്ടിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. താജ്മഹലിൻ്റെ ഓരോരോ മൊമെൻറ്റ്സും ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ചെന്ന് കാണണം. ഇത് വേറൊരു ഭംഗി തന്നെയാണ്. ലൈഫിൽ നല്ല നല്ല മൊമെൻറ്റ്സിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയായിട്ട് എന്നും എൻ്റെ മനസ്സിൽ താജ്മഹലുണ്ട്. അപ്പോൾ ഇവിടെ പോകാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഉള്ള ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് ഒരു പാർട്ട് വന്ന സമയത്ത് നമ്മളൊരു ഒഫീഷ്യലി പറയുമ്പോൾ അത് കുറച്ച് നല്ല ഓർമ്മയായിട്ട് എന്നും നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് താജിലേക്ക് പോയത്. അപ്പോൾ അത് നല്ലൊരു ഓർമ്മയാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ താജ് വിസിറ്റ് ചെയ്യണം. മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. ആ ഭംഗി ഒന്ന് പോയിട്ട് കാണണം. നമ്മളൊരു ഇന്ത്യക്കാരാണെന്നുള്ളതിൽ എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടെ ആണ് താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്ര വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്നും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയും എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആഗ്ര സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ട് ഞാനിനി നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ബൈ.